സൗദി എയർലൈൻസ് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് തിരിച്ചെത്തുന്നു. സർവീസ് ഡിസംബർ 4 മുതൽ പുനരാരംഭിക്കുമെന്ന് കമ്പനി അറിയിച്ചു. ഇതിനായുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഇതിനകം തന്നെ സൗദിയ വെബ്സൈറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. 2020 കരിപ്പൂർ വിമാനാപകടത്തെ തുടർന്ന് സർവീസ് നിർത്തിയ ശേഷമാണ് ഇപ്പോൾ സർവീസ് പുനരാരംഭിക്കുന്നത്. പ്രവാസികൾക്കും മലബാറിലെ ഉംറ തീർത്ഥാടകർക്കും വലിയ ആശ്വാസമുണ്ടാകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അതെ, സൗദി അറേബ്യയുടെ ദേശീയ വിമാന കമ്പനിയായ സൗദിയ ജിദ്ദ കോഴിക്കോട് സെക്ടറിലെ വിമാന സർവീസുകൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഡിസംബർ 4 മുതലാണ് സർവീസുകൾ ആരംഭിക്കുന്നത്. ഇതിനായുള്ള ടിക്കറ്റ് ബുക്കിംഗും ഇതിനോടകം തന്നെ സൗദിയ വെബ്സൈറ്റിൽ ആരംഭിച്ചു കഴിഞ്ഞു. 2020 കോഴിക്കോട് വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന ദുരന്തം ഉണ്ടായതിനെ തുടർന്നുള്ള സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായുള്ള നിയന്ത്രണങ്ങളും അതിനുശേഷം വിമാനത്താവളത്തിലെ റൺവേ വികസനം, റീകാർപ്പറ്റിംഗ് പ്രവൃത്തികൾ തുടങ്ങിയ ജോലികളെല്ലാം കാരണമാണ് ഇതുവരെ സൗദി എയർലൈൻസ് ജിദ്ദ കോഴിക്കോട് സർവീസുകൾ നിർത്തിവെച്ചത്. എന്നാൽ സർവീസുകൾ വീണ്ടും സജീവമാകുകയാണ്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് നേരിട്ടുള്ള സർവീസുകളാണ് ഇപ്പോൾ വീണ്ടും ആരംഭിക്കുന്നത്. ഇതോടുകൂടി മലബാറിൽ നിന്നുള്ള പടിഞ്ഞാറൻ പ്രവിശ്യയിലുള്ള മലയാളി സമൂഹത്തിന് വലിയ ആശ്വാസം തന്നെയാണ് ഈ സർവീസുകൾ നൽകുക. നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ആഴ്ചയിൽ 3 സർവീസുകൾ വീതമാണ്. ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വെള്ളി തിങ്കൾ ദിവസങ്ങളിൽ വൈകിട്ട് 4:25 പുറപ്പെടുന്ന വിമാനം രാത്രി 12:25 കരിപ്പൂരിലെത്തുമെന്നാണ് പറയുന്നത്. അതിനുശേഷം തിങ്കളാഴ്ച പുലർച്ചെ 1 മണിക്ക് ജിദ്ദയിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു വിമാനം രാവിലെ 9 മണിക്കും കരിപ്പൂരിലെത്തും. പിന്നീട് കരിപ്പൂരിൽ നിന്നും ജിദ്ദയിലേക്കുള്ള തിരിച്ചുള്ള സർവീസുകൾ ശനി, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ്. ശനി, ചൊവ്വ ദിവസങ്ങളിൽ പുലർച്ചെ 1:30 കരിപ്പൂരിൽ നിന്നും വിമാനം പുറപ്പെടുന്നത്. ആ വിമാനം ജിദ്ദയിൽ രാവിലെ 5:25 എത്തും. തിങ്കളാഴ്ചയാകട്ടെ രാവിലെ 9:55 കരിപ്പൂരിൽ നിന്നും വിമാനം പുറപ്പെടുന്നത്. അത് ഉച്ചയ്ക്ക് 1:50 ജിദ്ദയിലെത്തും. ഇങ്ങനെ സർവീസുകൾ വീണ്ടും സജീവമാകുന്നത് വഴി വർഷങ്ങളായി ജിദ്ദയിൽ നിന്നും കരിപ്പൂരിലേക്ക് നേരിട്ട് യാത്ര ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്കാണ് വലിയ ആശ്വാസമുണ്ടാകുന്നത്. നിലവിൽ നേരിട്ടുള്ള വിമാന സർവീസുകളുടെ കുറവ് കാരണം കനത്ത ടിക്കറ്റ് നിരക്ക് നൽകിയോ അല്ലെങ്കിൽ മറ്റ് വിമാനങ്ങളിൽ വഴി ചുറ്റിത്തിരിഞ്ഞോ ആണ് പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങിയിരുന്നതും തിരിച്ചും യാത്ര ചെയ്തത്. എന്നാൽ സൗദിയുടെ സ്വന്തം വിമാനത്തിൽ മിതമായ നിരക്കിൽ കൂടുതൽ ലഗേജ് അലവൻസോടെ നേരിട്ടിനി കോഴിക്കോട്ടേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പ്രവാസികൾക്കേറെ സാമ്പത്തിക ലാഭവും സന്തോഷവും നൽകുന്നത്. മാത്രമല്ല, മക്കയുടെ ഏറ്റവും അടുത്തുള്ള ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നേരിട്ടുള്ള സർവീസുകൾ ആരംഭിക്കുന്നതോടെ തീർത്ഥാടകരുടെ യാത്രാ ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ സാധിക്കും. സീസൺ സമയങ്ങളിൽ ടിക്കറ്റ് ലഭ്യതക്കുറവും യാത്രാക്കൂലി വർധനവും മൂലം ബുദ്ധിമുട്ടുന്നവർക്കും ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.